കായംകുളം എരിവതോട് കടവിൽ ജംഗ്ഷനിൽ പുതുവത്സരാഘോഷത്തിനിടെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചുവെന്ന് പരാതി. ആഘോഷം കാണാനെത്തിയ അക്ഷയ് എന്ന കുട്ടിക്ക് ലാത്തിയടിയേറ്റ് എന്നാണ് ആരോപണം. ഗതാഗത തടസ്സമുണ്ടാക്കിയ യുവാക്കൾക്കെതിരെയാണ് ലാത്തി വീശിയതെന്ന് പോലീസ് പറയുന്നു. ഇന്നലെ ചേട്ടനുമായിട്ട് മോന് പടക്കം പൊട്ടിക്കുന്ന കാണാൻ പോയപ്പോഴത്തേക്ക് രണ്ട് പോലീസുകാർ ആദ്യമേ വന്ന് അത് കഴിഞ്ഞ് എന്തിനാ പടക്കം പൊട്ടിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആയി. ഞാൻ പക്ഷേ എൻ്റെ ഇളയവനുമായിട്ട് അത് എൻ്റെ മൂത്ത കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് പോയപ്പോഴത്തേക്ക് കൊച്ചിൻ്റെ ബാക്ക് സൈഡിൽ ലാത്തി കൊണ്ട് അടിച്ച ഇതാണ് കണ്ടത്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു പോലീസ്, അപ്പോഴത്തേക്ക് അജയൻ്റെ മോനെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചു, കൊച്ചിനെ എന്തിനാ അടിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാ പോലീസുകാരും ലാത്തി കൊണ്ട് എല്ലാവരെയും അടിച്ച് വീട്ടിൽ കയറി വരെ അടിച്ച്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, വലിയവരെ അടിക്കും, കൊച്ചിനെ എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതേ കൊച്ച് വീട്ടിൽ ഇരിക്കണമായിരുന്നു. സ്വന്തം അച്ഛൻ്റെ കൂടെ പടക്കം പൊട്ടിക്കുന്ന കാണാൻ പോകുന്നത് ഇത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ ഇച്ചിരി ഒന്ന് സ്ഥാനം മാറി നട്ടലിന് കൊണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. മനീഷ് മഹിപാൽ വരുമ്പോൾ മനീഷ് കണ്ണും മൂക്കും നോക്കാതെ അടിക്കാന്ന് പറയില്ലേ, അതുപോലെ ഒന്നും നോക്കാതെ അടിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് പോലീസ്. അശ്മി, ഇതില് പോലീസ് അറിയിക്കുന്നത്, കായംകുളം പോലീസുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് കുട്ടിയെ അടിച്ചിട്ടില്ല, ലാത്തിയടി എങ്ങനെ കിട്ടിയെന്ന കാര്യം പരിശോധിക്കുമെന്നാണ്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളടക്കം വ്യക്തമാണ് ഈ കുട്ടിയുടെ പിൻഭാഗത്ത്, അതായത് മുതുകിൽ ലാത്തി അടിയേറ്റതിന്റെ പാടുണ്ട്. ഇത് സംബന്ധിച്ച് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തന്നെ പറയും. ഇന്നലെ ഈ കായംകുളം ജംഗ്ഷനിൽ ഇവിടെ ഈ ഒരു ജംഗ്ഷൻ, അതായത് എരുവ തോട്ടുകടവിൽ റോഡിൽ വെച്ചായിരുന്നു പടക്കം പൊട്ടിച്ചക്കത്തിന് രാത്രി 12 മണിക്ക് ന്യൂ ഇയർ ആഘോഷിച്ചു വന്നത്. ആ സമയത്ത് പോലീസ് അവിടെ എത്തി, മസ്തിയിലുണ്ടായിരുന്ന പോലീസ് അവിടെ എത്തി അവിടുത്തെ നാട്ടുകാരുമായി തർക്കത്തിലായി. റോഡിൽ നിന്ന് മാറി പടക്കം പൊട്ടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തർക്കത്തിനിടയിലാണ് പോലീസ് ലാത്തി വീശിയത്. ഈ സമയത്താണ് ഈ 9 വയസ്സുകാരനായിട്ടുള്ള അക്ഷയ്ക്ക് അടിയേറ്റതെന്ന് നാട്ടുകാർ പറയുന്നത്. പിന്നീട് അവിടെ ഈ നാട്ടുകാരും പോലീസും തമ്മിൽ വലിയ തർക്കമായി. പോലീസ് ലാത്തി വീശി എല്ലാവരെയും അടിച്ചു. അങ്ങനെ ചില ആളുകളെ വീട്ടിൽ കയറി അടിച്ചു. ഇതിനകത്ത് അമ്മയോട് ഒരു പോലീസുകാരൻ പറഞ്ഞത്, എന്തിനാണ് എന്റെ മകനെ തല്ലിയതെന്ന് പോലീസിനോട് ചോദിച്ചപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞു, കുട്ടിയാണെങ്കിൽ വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കുട്ടി ഈ ആഘോഷം കാണാൻ, പടക്കം പൊട്ടിക്കുന്നത് കാണാൻ എത്തിയത് അച്ഛനൊപ്പമായിരുന്നു. യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്തൊരു സ്ഥലത്ത് പോലീസ് മനഃപൂർവ്വമായി വന്ന് ആളുകളെ തല്ലി. അതിന്റെ കൂട്ടത്തിൽ ഈ 9 വയസ്സുകാരനായിട്ടുള്ള 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള അക്ഷയെ തല്ലി എന്ന് പറയുന്നു. ഇത് സംബന്ധിച്ച് പോലീസിൽ അതേ സ്റ്റേഷനിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ കൂടി പരാതി നൽകും, ചൈൽഡ് ലൈനിലും കൂടി പരാതി നൽകും, ഉന്നത പോലീസ് അധികാരികൾക്കും പരാതി നൽകുമെന്നാണ് വീട്ടുകാർ അറിയിക്കുന്നത്. അതേ സംബന്ധിച്ച് വിദ്യാർത്ഥിക്ക് എങ്ങനെ അടി കൊണ്ട് എന്നത് വ്യക്തമല്ലെന്നും ഇനി അടി കൊണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുമെന്നാണ് കായംകുളം പോലീസ് അറിയിക്കുന്നത്. ഹാഷ്മി. മനീഷ് മഹിപാൽ, അടി കൊണ്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ട, കുട്ടിക്ക് അടി കൊണ്ടു എന്നൊരു അമ്മയും കള്ളം പറയില്ല.